ദേശീയപാതയിൽ ചിറവക്കിറക്കത്തിൽ നിന്നും രാജരാജേശ്വര ക്ഷേത്രം ഭാഗത്തെ തമ്പുരാൻ നഗറിലേക്കുള്ള റോഡ് ഇടിഞ്ഞു വീണു. സ്വകാര്യ വ്യക്തി റോഡിനോട് ചേർന്ന് വലിയ ആഴത്തിൽ മണ്ണിടിച്ച് നീക്കിയിരുന്നു. ഇതാണ് റോഡ് ഇടിയാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ദേശീയപാതയിലെ ചിറവക്കിറക്കത്തിൽ നിന്നും രാജരാജേശ്വര ക്ഷേത്രം ഭാഗത്തെ തമ്പുരാൻ നഗറിലേക്കുള്ള റോഡിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണത്. റോഡിനോട് ചേർന്ന സ്വകാര്യ വ്യക്തി വലിയ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ പകുതിയിലേറിയ ഭാഗം തകർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡ് ഇടിയുമ്പോൾ വാഹനങ്ങളൊന്നും കടന്നുപോകാതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അന്ന് നഗരസഭയുടെയും ജിയോളജി വകുപ്പിന്റെയും അനുമതിയോടെയാണ് മണ്ണ് നീക്കുന്നതെന്നാണ് സ്വകാര്യ വ്യക്തികൾ പറഞ്ഞത്. ഇത് വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് തകർന്നതോടെ എവിടേക്കും പോകാൻ സാധിക്കാത്ത സാഹചര്യമായി. ഇടിഞ്ഞ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന വൈദ്യുത തൂണും അപകട ഭീഷണിയിലായതോടെ വൈദ്യുതിയും വിച്ഛേദിച്ചു. ഓരോ നിമിഷവും കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപകടാവസ്ഥയെക്കുറിച്ച് കണ്ണൂർ വിഷൻ നേരത്തെ വാർത്ത നൽകിയിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ഇവിടെ നടപ്പാക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇത് കെട്ടുന്ന മണ്ണ് ഇടിക്കുന്ന സമയത്ത് തന്നെ പിന്നെ നാട്ടുകാർ ആദ്യം സ്റ്റേ കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് കേസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവർ കൗണ്ടർ കേസ് നാട്ടുകാർക്കെതിരായിട്ടുള്ള കൗണ്ടർ കേസ് കൊടുക്കുന്നുണ്ട്. നിരവധി കുറേ കാലമായിട്ട് ഇത് കെട്ടുന്നത് കാരണം ഏറ്റവും അശാസ്ത്രീയമായിട്ട് ഒട്ടും പാടില്ലാത്ത രീതിയിലാണ് ഇത് മണ്ണിടിച്ചിട്ടുള്ളത്. ഈ പടി ഇവിടെ വെച്ച് നിർത്തി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ ഉണ്ട്, ജിയോളജി വകുപ്പിൻ്റെ പെർമിഷൻ ഉണ്ട്, ഇങ്ങനെ എല്ലാ പെർമിഷനും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുള്ള അയാളുടെ വാശിയാണ്. ശരിക്കും ഇത് ഈ സ്ഥലത്ത് നിന്ന് ഈ മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞു പോകുന്നുള്ള ഞങ്ങളെല്ലാവരും അയാളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ മിക്ക ഭാരവാഹികളും എല്ലാവരും കൂടി അയാൾ ശരിക്കും ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ബോധ്യപ്പെട്ടിട്ടും അയാളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോയത്. ചുറ്റുമതിലൊക്കെ കെട്ടി നാട്ടുകാർക്കൊക്കെ കാണാത്ത രീതിയിലേക്ക് വളരെ ഭീകരമായുള്ള രീതിയിലൂടെ മണ്ണെടുപ്പും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അതിനെതിരെ കൃത്യമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷനും കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തനങ്ങളും അതിനെതിരെയുള്ള രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടികളും കാര്യങ്ങളും ഒന്നും തന്നെ കൈക്കൊള്ളാൻ വേണ്ടി അവർ തയ്യാറായിരുന്നില്ല. അതിനെതിരെ പിന്നീട് ഇപ്പം നിലവിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പേരിൽ അവർക്കെതിരെ കേസുകൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. റോഡിൽ നിന്ന് കുറഞ്ഞത് 1 മീറ്റർ അകലം പാലിച്ചു മാത്രമേ മണ്ണ് നീക്കം ചെയ്യാവൂ എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട കോടതി മുഖേന സ്റ്റേ ഉത്തരവ് നൽകിയിരുന്നു. രാത്രികാലങ്ങളിലടക്കം JCB ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് വ്യാപകമായി മണ്ണ് നീക്കം ചെയ്തതെന്നും വാർഡ് കൗൺസിലർ പി ലതിക പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് ഇത് ഇടിഞ്ഞത്. അവിടുന്ന് ആ സമയം മുതൽ ഗതാഗതം തടസ്സം തന്നെയാണ്. അമ്പലത്തിന് മുന്നിൽ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റൂല. ഈ ഭാഗത്തേക്കൂടെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, വണ്ടികളും ആൾക്കാരുമായിട്ട്. ആർക്കും ഇന്നലെ മുതൽ ഈ സമയം വരെ പോകാൻ ഒരു വഴിയുമില്ല. ഇനി അത് എത്രയും പെട്ടെന്ന് ഇത് കെട്ടിയാൽ മാത്രമേ വഴി പോകാൻ പറ്റുള്ളൂ. വിവിധയിടങ്ങളിൽ നിന്നും ദിവസേന നൂറുകണക്കിന് ഭക്തരെത്തുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് തകർന്നത്. പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിരോധിച്ചു. മഴ കൂടുതൽ ശക്തമാവുന്നതോടെ റോഡ് മുഴുവനായും ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഗതാഗതവും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.